ഗൈസ്, ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സമയം 5:45, വെളുപ്പാങ്കാലം 5:45, നല്ല ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല മഴയൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ പുറത്തോട്ട് മഴയൊന്നുമില്ല, ഇടിമിന്നലും മാത്രമേ. അപ്പോൾ ഈ സമയത്ത് എന്താണ് വ്ളോഗ് എടുക്കണമെന്ന് നോക്കി മനസ്സിലാണ്ടാവും. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയോ ട്രാവൽ ചെയ്യുന്നതായിരിക്കുന്നു. അപ്പോൾ ഒന്നുമല്ല, ട്രാവലിംഗ് വ്ളോഗാണ്. ചെറിയൊരു യാത്ര വ്ളോഗ് യാത്ര പോകുന്നത്. അപ്പം നമ്മൾ നോക്കി വ്ളോഗ് എടുക്കാം. കുറേ നാളായിട്ട്, ഒരുപാട് നാളായിട്ട് വ്ളോഗ് എടുക്കാം. നോർമൽ ഒറ്റയ്ക്ക് പോകാൻ, പിന്നെ ഒറ്റയ്ക്കല്ല, 2-3 പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ ആഫ്റ്റർ ലോങ് ടൈം ഇറ്റ്സ് എ ലോങ് ജേർണി. ശരി, എൻ്റെ ചാനൽ അവിടെ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ നിൽക്കണ പരിപാടിയാണ് ഈ ട്രിപ്പൊക്കെ. അത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് തൊട്ട് അങ്ങനെ ഇരിക്കും. എവിടെയും കൂടി നേരത്തെ കിടന്നാലും എങ്ങനെ കിടന്ന് നോക്കിയാൽ ഉറക്കം വരില്ല. ഞാൻ കിടന്ന് സമയം നോക്കി അലാറം അടിക്കാൻ തോന്നി. അതെല്ലാവരും എനിക്കുള്ള അങ്ങനെ തന്നെയായിരിക്കും ട്രിപ്പ് പോകും. അതിപ്പോഴും എസ്പെഷ്യലി അത് നമുക്ക് അങ്ങനെ തോന്നാൻ എക്സൈറ്റ്മെൻറ്റും പരിപാടിയൊക്കെ ഈച്ച് ആൻഡ് എവറി ടൈം പോകുന്ന ടൈമിൽ അതങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും പറയാം, ജസ്റ്റ് അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല മഴയാണ്, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് വേറെ വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്ത്യയിൽ കാണിച്ചു തന്നിട്ട് വണ്ടിപ്രാന്തന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലായിക്കോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് എത്തിയിട്ട് പുറത്ത് വെച്ച് കാണിച്ചില്ല വണ്ടി ഏതാണ് നമ്മൾ. എന്തായാലും ലിജൻഡറി സാധനമാണല്ലോ എപ്പോഴും. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിട്ട് കാണിച്ചില്ല. നല്ല മഴയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇരുമ്പലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നുള്ള കാര്യമായിട്ട് പറഞ്ഞില്ലല്ലോ. അത് എന്തായാലും അവർ വന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. രാത്രിക്കൂടി വാടിച്ചാൽ ആ റൂട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ക്ലൈമറ്റ് ആണെങ്കിൽ സെറ്റായിരിക്കും. അപ്പോൾ അവരെത്തിയിട്ട് പറയും. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം വൈറ്റില എത്താറായപ്പോൾ നമ്മൾ ഫ്യൂവൽ ഫിൽ ചെയ്യാനായിട്ട് പമ്പിൽ കയറ്റിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു കലാപരിപാടിയാണ്, അത്യാവശ്യം പൈസ പോകുന്ന ഒരു കലാപരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഫ്യൂവലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്ത് നമ്മൾ നേരെ ചാലക്കുടി ലക്ഷ്യമാക്കി വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം മഴയൊക്കെ കുറഞ്ഞു, ബട്ട് നല്ല വെതറൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് ഡ്രൈവ് എൻജോയ് ചെയ്യുന്ന ഒരു സീക്വൻസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ ഇങ്ങോട്ട് എത്തി. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ള ആക്ച്വലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു പ്ലാൻ ഉണ്ടായില്ല. പക്ഷെ നല്ല വെതർ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഫോറസ്റ്റ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് വന്നാൽ ശരിയാവാത്തതുകൊണ്ട് നമ്മൾ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ ഒരാളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളത്തെ ബാർഗവി നിലയമായിരുന്നു. ഇപ്പോഴാ ഒരു ആളും അനൊക്കെ. അതെ, നൂറുൽ ഈമാൻ. അപ്പൊ എന്തായാലും നൂറുൽ ഈമാനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഒറ്റയ്ക്ക് കത്തി വെച്ച സീരിയൽ. അപ്പൊ ഞാൻ ഒരാളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മലപ്പുറത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ നൂറുൽ ഈമാനെ ഞാൻ എന്റെ ബ്ലോഗിലോട്ട് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി കുറച്ച് കൂടി പോയതുകൊണ്ട് ആൾക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിന്റെ ഇങ്ങനെ കുറച്ചധികം നല്ല സംഭവങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ പറയാ, സ്ട്രെസ് ആയിട്ടിരിക്കുന്നവർക്ക് ഒന്ന് ഫീൽ ഗുഡായി റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ വ്ലോഗ് ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈമാൻ്റെ 2 വാക്ക് പറയുക. ഈമാൻ പറയുക, എന്താണ് എൻ്റെ ചാനലിലോട്ട് വന്നിട്ട് പറയാനുള്ളത്? ഈമാനോട് 2 വാക്ക് പറയാനുള്ളത്. ആൾക്ക് നാടകമാണ്. അപ്പോൾ എന്തായാലും ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് പോകുന്നതിലും നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുന്നത് വേറെ വൈബാണ്. അപ്പോൾ എന്തായാലും ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ഫ്രണ്ടാണ്. ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളെല്ലാ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്ത് തരുന്ന ആളാണ്. അപ്പോൾ എന്തായാലും ഫുൾ ക്രെഡിറ്റ്സ് ആൾക്കായിരിക്കും ക്യാമറയുടെ. അപ്പോൾ അതെ, നല്ല വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ ചവിട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഏഴാറ്റുമുഖം ടു അതിരപ്പള്ളി വെറ്റിലപ്പാറ റോഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈമാൻ വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നതിൻ്റെതായിട്ടുള്ളൊരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ടാകും, അത് തുടക്കത്തിലായത്. ബാക്കി അടിപൊളിയായിരിക്കും. ഇതേ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല മഴയത്തൊക്കെ വന്നുകൊണ്ട് പജീറായിട്ട് ഞങ്ങൾ ഇറങ്ങിക്കണം. ഞാൻ വണ്ടിയൊക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായില്ല, അപ്പോൾ പജീറായിട്ടാണ് വന്നത്. അപ്പോൾ ഓക്കെ, അധികം വലിച്ചു നീട്ടാതെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ യാത്ര തുടരാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത്, ഞാൻ ഇവിടെ ഉള്ളത് ആതിരപ്പള്ളി പോകുന്ന റൂട്ടിൽ മറ്റേ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആൻഡ് ദിസ് പ്ലേസ് ഫെൽ സോ ഗുഡ്. ഇത് ജസ്റ്റ് നമ്മളൊരു സ്ഥലം എത്തിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തതെന്നുള്ളൂ. സി, അടിപൊളിയാണ്. ഫോണിൽ ക്യാപ്ചർ ആക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ബട്ട് റിയലി ഗുഡ്. അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി അടിപൊളി വ്യൂസ് കിട്ടുക. ഐ മീൻ ലൈക്ക് നല്ലൊരു വ്യൂ. അവിടെ ഭയങ്കര തിരക്കായിരിക്കും, അതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ എടുത്തത്. സോ ഗുഡ്. ഹായ് ഗൈസ്.
അങ്ങനെ നമ്മൾ അവിടുന്ന് വെറ്റിലപ്പാറ ലക്ഷ്യമാക്കി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഞാൻ ആക്ച്വലി ബൈക്കിനെ വന്നിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് റോഡൊക്കെ ഞാൻ വിചാരിച്ചതിൽ നന്നാക്കിയിട്ടുണ്ടായിരുന്നു ഇടയിൽ. ബട്ട് ഞാൻ ഇത്ര നല്ല വെതർ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ആക്ച്വലി. അപ്പോൾ ഞാൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറിയ ടൈമിൽ അവിടുത്തെ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ രാത്രി മുതൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നല്ല വെതർ എനിക്ക് കിട്ടിയത്. പിന്നെ ഇത് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ അതിലെ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല വ്യൂ ആയിരുന്നു ആക്ച്വലി. ഇറ്റ്സ് വർത്ത്. ഗൈസ്, അപ്പോൾ നമ്മൾ വെറ്റിലപ്പാറ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം എനിക്കൊന്ന് ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ അത്യാവശ്യം വെള്ളം ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നാച്ചുറൽ സൗണ്ട് പരിപാടിയൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് തെറാപ്പി പരിപാടി. അടിപൊളി. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല. അത്യാവശ്യം ഫോഗൊക്കെ ഉണ്ട്, അത്യാവശ്യം ഗ്രീനറി. ഇന്ന് ഇങ്ങനൊരു എന്താ പറയുക, ഇങ്ങനൊരു മഴ കിട്ടുമെന്ന് ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. വെളുപ്പാലത്തിന് നല്ല ഇടിമിനും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇങ്ങനെ ട്രിപ്പ് അടിപൊളിയാക്കാൻ വേണ്ടി ഒരു ഫ്രീ അടിവാതിലും തുറന്ന് വന്നിരിക്കും. കണ്ട ഫ്രെയിമിലോട്ട് ചാടി വീണിരിക്കുകയാണ് ഈമാൻ. അപ്പോൾ ഇതായിരുന്നു എന്താ പറയുക, നല്ലൊരു വ്യൂ. പക്ഷെ വണ്ടി ഈസ് ഓൾവേസ് പൊളി. ഞാനങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ഒരാളവിടെ തകൃതിയായിട്ട് ഫോട്ടോസ് വെച്ച് കാച്ചുണ്ടായി. ഇപ്പം ഞാനുള്ളത് എവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഇതാണോ എക്സാക്ട് സാധനം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബട്ട് നമ്മൾ നമ്മുടെ ഈ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ഓരോ കാര്യങ്ങളുണ്ടാവില്ല, ഓരോ പിക്കുകൾ, പിന്നെ നമുക്ക് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ടിലുണ്ടാവുന്ന ഓരോ പിക്സുകൾ പോലെ തോന്നിക്കുന്ന കുറച്ച് ഏരിയകളിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, ഞാനൊരു ഏരിയ നേരത്തെ ഇപ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ എന്താ പറയുക പശുക്കൾ, പിന്നെ ഒരു നല്ലൊരു മരം, ഭയങ്കര പച്ചപ്പ്. ഈ എക്സാക്ട് സാധനം ഞാൻ ക്ലാസ്മേറ്റിൽ എന്താ പറയുക കവർ പേജ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. ഇതെനിക്ക് ഫോണിൽ എത്രമാത്രം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ എം വെരി സോറി. ഒരു നായ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്നില്ല, നമുക്കേ ആ സൈഡൊന്ന് പോവാം. അത് കുറച്ചും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് കുറച്ച് എനിക്ക് oh my god, I don't know how to say. Oh, so good, so nice. കുറേ ആയി ഞാൻ ഇങ്ങനൊരു ചെറിയൊരു ഐ മീൻ ലൈക്ക് ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ അതാ നടന്ന്. ഐ ആം സോ ഹാപ്പി. പിന്നെ നമ്മളിതുപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കാണണം. അതാണ് കുറച്ചും കൂടി ഒരു മനസ്സിനൊക്കെ ഒരു എൻജോയ്മെൻറ്റ്. യാ, ദിസ് സൈഡ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് പറ്റുന്നില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ദാറ്റ്സ് സോ ഗുഡ്. ബൈ. അങ്ങനെ നമ്മൾ ഏകദേശം അതിരപ്പള്ളി എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ ചോട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫാമിലിയിൽ കൊച്ചായിട്ട് ഈമാൻ അത്യാവശ്യം കണക്ട് ആയി അവരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കണ്ടത്. അപ്പോൾ അവർ ഒരു തമിഴ് ഫാമിലിയാണെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ അത് ആ കൊച്ചിനോട് ചോദിച്ച് മേടിച്ച് അവൾ തലയിൽ വെച്ച് അതുമായിട്ട് ഒന്ന് തലയ്ക്കിട്ട് ആട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത്. പിന്നെ പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവൻ പേര് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലായില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് തലാട്ടുന്നുണ്ട്. പിന്നെ അത് വെച്ച് കളിക്കലായിരുന്നു ഏകദേശം ഹോബി. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ നെയ്റോസ്റ്റ് ഓർഡർ ചെയ്ത് നെയ്റോസ്റ്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഈമാൻ അത് കഴിച്ച് നമ്മളോട് 2 വാക്ക് പറയുന്നത്. 2 വാക്കൊന്നല്ല, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? സെറ്റല്ല? ഞാൻ കഴിക്കുന്നു. ഈമാൻ കഴിച്ച് ഈമാൻ്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് വിശന്ന് വയറ് അത്യാവശ്യം എത്ര പെട്ടെന്ന് കഴിക്കാൻ പോവുകയാണ്. അതെ, ആ ഒരു കർമ്മത്തിലോട്ട് ഞാൻ പോവുകയാണ്. ഐ തിങ്ക് ഇറ്റ് സാമ്പാർ. പരിപാടി ഓക്കെ. അങ്ങനെ ഈമാൻ സാമ്പാറൊക്കെ തേച്ച് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം ഭാഗങ്ങൾ ഈമാൻ വ്ലോഗ് ചെയ്ത് കവർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ബാക്കിയും നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ ക്ലൈമറ്റ് വന്നിട്ട് നല്ല നല്ല മഴ പെയ്യും.
നമ്മുടെ അയ്യോ ഞാൻ മുന്നിലോട്ട് വന്നു കഴിച്ചു. ബാക്കിൽ നല്ല വ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മളങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്നുകൊണ്ട് പോവുകയാണ്. പോലീസ് ചെക്കപ്പിന് നിൽക്കുകയാണ്. വെറുതെ തെറിയാക്കാണ്ട് ഇത് ഞാൻ തിരിച്ച് ക്യാമറ തിരിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോ ഇവിടെ വാനശ്രീ എക്കോ അല്ല വനശ്രീ ആണ് ഗൈസ്. എക്കോ ഷോപ്പിലാണ് വാഴച്ചാൽ. അടിപൊളിയാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര റിലാക്സിങ് ആണ്, റിഫ്രഷിങ് ആണ്. ഐ ആം വെരി കംഫർട്ടബിൾ. ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വരികയാണെന്ന് ഇവന്മാരോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടത്. അല്ലെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഐ എം നോട്ട് വെയർ ദിസ് കോസ്റ്റ്യൂം. ബട്ട് ദാറ്റ്സ് ഓക്കെ. ബട്ട് ഐ ക്യാൻ എൻജോയ് മൈ സെൽഫ്. ദാറ്റ്സ് ഗുഡ്. വി ക്യാൻ ബ്രേക്ക് സ്റ്റീരിയോടൈപ്സ്, റൈറ്റ്? വി ക്യാൻ വെയർ whatever we want for everywhere. I mean like നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വിട്ട് വേറെ എവിടേക്ക് പോകാറില്ലേ? ഞാൻ എന്തിപ്പോ പറയണേ? But this place so good. നമ്മൾ ഈ വാഗമൺ മൂന്നാറൊക്കെ പോണ സമയത്ത് ഈ ഒരു സ്ഥലം അണ്ടർ റേറ്റഡ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. സോ you guys should come here. അടിപൊളി സ്ഥലമാണ്. ഗൈസ് അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്തിരിക്കണം 55 രൂപ, ഇല്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം. അത് പുതിയ അറിവായിരുന്നു. 55 കിലോമീറ്റർ നമ്മൾ ഇവിടുന്ന് കറക്റ്റ് എത്തണം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഫൈൻ. പിന്നെ 6 മണിന്റെ ഉള്ളിൽ തിരിച്ച് അവിടെ നിന്ന് എത്തണം. ആൻഡ് വി വിൽ സീ വാട്ട് വിൽ ഹാപ്പൻ. വാൽപ്പാറ മലക്കപ്പാറ നേരെ, പക്ഷെ നമുക്ക് ഷോളയാർ റൂട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റർ ചെയ്തില്ലെങ്കിൽ തിരിച്ചു പോയാൽ ഫൈൻ കിട്ടുന്നത്. അത് അങ്ങനെ തിരികണം. ഇതൊന്നും ആളറിഞ്ഞിട്ടില്ല. അത്യാവശ്യം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട്. അപ്പം എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. അപ്പം എന്തായാലും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല സെറ്റ് അടിപൊളിയോ. നല്ല വെതറും കിട്ടിയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തത്. നമ്മൾ ഇപ്പോൾ മലക്കപ്പാറ മറ്റേ വാവ് ഇത് ഇവിടെ എനിക്കൊന്നും എന്തോ ക്ഷേത്രം എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. നല്ല അടിപൊളി സെറ്റ് വ്യൂ, ഒരു രക്ഷയില്ല. വാവ് 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 വാവ്. എൻ്റെ മോനെ നോക്കി, ആ ടോപ്പ് നോക്കി, സെറ്റ് അടിപൊളി. ഗൈസ് അപ്പോൾ നമ്മളിത് തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ഗൈസ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ശേതാ നോക്ക്, ഉറങ്ങി എഴുന്നേറ്റ് എപ്പോഴും തമിഴ്നാട് എത്തി നോക്ക്. ഇവിടെ ATM ഉണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഫിനാൻഷ്യൽ ഇത് കയ്യിൽ പൈസ കരുതാത്തവർക്ക് ഇവിടെ പൈസ എടുക്കാം. ATM പൈസ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഓ ഇവിടെ വേറെ സാധനം സേവ് ടൈഗർ, ആനമല ടൈഗർ റിസർച്ച് ഉണ്ട് പൊള്ളാച്ചി. ഈ വ്യൂ ആണ് എപ്പോഴും അടിപൊളി. ഇപ്പോൾ തമിഴ്നാട് ബോർഡർ എൻ്റർ ചെയ്യുന്ന ഒരു ഏരിയയിലാണ്. പക്ഷെ നല്ല വെതറാട്ടോ എനിക്കിപ്പോൾ കിട്ടിയത്. ഞാൻ ഇത്രയും നല്ലൊരു വെതർ എക്സ്പെക്ട് ചെയ്തില്ല ശരിക്കും. ഞാൻ ചൂടൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ നല്ല അത്യാവശ്യം മഴയും കാര്യങ്ങളും കിട്ടി. അടിപൊളി വെതറായിരുന്നു. ഇതേ നല്ല നേച്ചർ ഗ്രീനറി വൈബ്സും പരിപാടിയൊക്കെ കിട്ടി. ശരി പൊളി. ഓ ഗൈസ് ഇപ്പോൾ നമുക്ക് 2 പ്ലേറ്റ് വന്നിരിക്കുകയാണ്. കഴിച്ച് പെപ്പർ ബ്രെഡ് ഓംലെറ്റിൻ്റെതായിട്ടുള്ള കഴിച്ചോട്ടെ. എനർജി ഒക്കെ പോയി കണ്ടോ. അപ്പോൾ ഇത് പിന്നെ മാൻഡറ്ററി ആണല്ലോ. ഹിൽസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാൻഡറ്ററി ആണ്. മാഗി വിത്ത് എഗ് കഴിക്കൂ. നാവ് ഉള്ളതാ കുറച്ചത് മരവിപ്പായിരിക്കും. സ്വാഭാവികം. ഓക്കെ അല്ല കഴിക്കട്ടെ. ഗൈസ് അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് ഡ്രസ്സൊന്നും അറിയാം, കോസ്റ്റ്യൂം അറിയാം. എനിക്ക് ഒരു സുഖക്കുറ. അപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ടീഷർട്ടിലോട്ട് അങ്ങ് മാറി. അപ്പോൾ നമ്മൾ ഒരു കോഫി പറഞ്ഞു നൈസായിട്ട്. ഇപ്പോൾ കോഫി കിട്ടി. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ക്യാപ്പി ഓടിക്കുകയാണ്.
ഒടുക്കത്തെ മധുരം, ഒടുക്കത്തെ മധുരം. ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഇനി ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു 12 മണിക്ക് കൊടുക്കുകയല്ല, അമ്മാതിരി കഫീൻ കിക്കും അതുപോലെ തന്നെ മധുരം ആവശ്യത്തിലധികം കൊണ്ട്. ഇതാ നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളും. അതിനിടയിൽ സേവ് ദി ടൈഗർ എന്നുള്ളൊരു ബോട്ടും കാണാം നമുക്ക്. ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ചേച്ചി വന്നിട്ട് അവർ ATM പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പോയി എടുത്തു കൊടുത്ത് നമ്പറൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ പ്രസംഗങ്ങളെയും നമ്പാതെ ഒക്കെ പറഞ്ഞ് എടുത്ത് ജസ്റ്റ് എൻക്വയറി ചെയ്ത് കൊടുത്ത് ഒരു രസം, ഒരു സാറ്റിസ്ഫാക്ഷൻ. എല്ലാം നല്ല സ്നേഹമുള്ള പായസമൊക്കെ തന്ന് സെറ്റ്, നല്ല സ്നേഹമായിരുന്നു. നിങ്ങൾക്ക് പായസമൊക്കെ തന്ന അടിപൊളി നല്ല സ്വീകരണം പരിപാടിയൊക്കെയാണ്. അതൊരു അടിപൊളി ലൈക്ക് സെറ്റ്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, അടിപൊളി. അത്യാവശ്യം നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പന്നിമേട് എസ്റ്റേറ്റ് എത്തിയിട്ടുണ്ട്, വാൽപ്പാറ റൂട്ട്. ഇത് നേരെ വാൽപ്പാറയ്ക്ക് പോണ റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അവർ മറ്റേ എന്താ പറയുക ചായത്തോട്ടത്തിൽ തേയിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ വൻ സ്വീകരണമായിട്ട് ഞങ്ങൾക്ക് പായസമൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ശരിക്കും നമ്മൾ മലക്കപ്പാറയിൽ നിന്ന് തിരിച്ച് എൻട്രി ചെയ്യുന്ന ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് എൻട്രി ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി ചെയ്യാണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പൈസയും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് നമ്മൾ വണ്ടി നമ്പറും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ എണ്ണം പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് വേറെ വലിയ ഭയങ്കരമായിട്ടുള്ള ചെക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അതിനിപ്പോൾ എനിക്കറിയില്ല, സീസണിൽ ചിലപ്പോൾ മാറുമായിരിക്കും. ബട്ട് ഞങ്ങൾ പോയ ടൈമിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് ബന്ധം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചുരങ്ങളെല്ലാം. നല്ല അടിപൊളി, എന്താ പറയുക, അടിപൊളിയാണ് ക്ലൈമറ്റ്. ഒരു രക്ഷയില്ല, ക്ലൈമറ്റ് അടിപൊളി. എന്താണ് ക്ലൈമറ്റിനെ കുറിച്ച് പറയാനുള്ളത്? സത്യം, വലിയ ചൂടില്ല, വലിയ തണുപ്പില്ല, അത്യാവശ്യം നല്ല നോർമൽ അടിപൊളി. കാരണം സാധാരണ ഈ സമയത്ത് ഞങ്ങള് എന്താ പറയാ ഒരു 3-4 ലിറ്റർ വെള്ളം വേർത്ത് പോകേണ്ടതാണ്. ഇത് അത് സംഭവിച്ചല്ലേ, ദാറ്റ്സ് ദ ഡിഫറൻസ്. എന്തോ നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് അവിടുത്തെ ചെക്ക് പോസ്റ്റ് ആരും പറഞ്ഞില്ലേ. രാത്രിയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. എൻജോയ് ചെയ്യാം. ആള് അവിടെ ഇരുന്ന് അത് എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മളിത് എൻജോയ് ചെയ്യുന്നു. റോഡ് വാസ് സൂപ്പർ. ബട്ട് വീഡിയോ കുറേ നേരം എടുക്കുന്നത് സേഫ്റ്റിയുടെ ഇതുള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, എനിവേ നല്ല നല്ല പൊസിഷൻസ് കാണും, ജസ്റ്റ് കട്ട് ഷോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ ബൈ, ഓക്കെ ഗൈസ്, ഓൾ എൻജോയ് ബൈ ഗൈസ്. ഇപ്പം നമ്മളിപ്പോൾ അതിരപ്പള്ളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൊച്ചി പിടിക്കുന്നതാണ്. അപ്പോൾ ഇടയിൽ ഒന്ന് ചായ പിടിക്കാനായിട്ട് കാരണം ചെറുതായിട്ട് തലവേദന തുടങ്ങി. അപ്പോൾ സ്ഥിരം സ്പോട്ട്, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, വണ്ടി ബാക്കി കിടക്കും. ഗൈസ്, ഭയങ്കര സ്നേഹമുള്ള വലിയ സ്നേഹത്തിൽ നിൽക്കാണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മറ്റവന്മാരും ഉണ്ട്, ഫാമിലി. ഏയ് ഗൈസ്, എങ്ങനെ നമുക്ക് ചായ കയ്യിലെത്തിരിക്കണം. ഈ ചായ ഇടക്കിടക്ക് കുടിക്കുന്നതല്ല, പിന്നെ ചായ കൂടി പറയാണ്ടിരിക്കാൻ വയ്യ. ഇന്ന് 2 കാപ്പി കുടിച്ചു. 2 കാപ്പി നല്ല ഷുഗർ കാപ്പി പറയാണ്ടിരിക്കാൻ. ലാസ്റ്റൊക്കെ നല്ല കട്ട മതി, കിളി പോയ അവസ്ഥയാണ്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചില്ലേ, അപ്പോൾ അത് അതിൻ്റേതായിട്ട് തലവേദന എടുത്തിട്ട് ഈമാൻ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട്. ബട്ട് അങ്ങനെ വീഴാറില്ല ആക്ച്വലി. ഇനിയിപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടണം. ഇവിടെ നിന്ന് നേരെ പോയിട്ട് നല്ല ഫുഡ് ഇവിടെ നിന്ന് നിർത്തി അടിക്കണം. എന്തായാലും ആലുവ ആ റേഞ്ച് എത്തിയിട്ട് കഴിക്കാനാണ് ചാൻസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ കൊച്ചിയിലെത്തിരിക്കുകയാണ് തിരിച്ച്. അപ്പോൾ നമ്മൾ വീണ്ടും ലാസ്റ്റ് ആയിട്ട് നമ്മൾ വണ്ടിയിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഫുഡ് കഴിക്കണ ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്. ഇവിടെ ഓരോന്ന് ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് റൂമിലെത്തി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ഹായ് ഗൈസ്. അങ്ങനെ ലഞ്ചും ഡിന്നറും കൂടി ഒരുമിച്ച് അല്ലേ? കഴിക്കൂ. ഹങ്കർ ഡീലെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കൂ. കഴിച്ചിട്ട് പറയൂ. എന്നാലും വീഡിയോന് വേണ്ടിട്ട് പറയൂ. എന്നിട്ട് വാവ്, നാച്ചുറൽ. ഇപ്പൊ എന്റെ ഫുഡ് വന്നിട്ട് ഞാൻ കഴിക്കട്ടെ, കാരണം ഇപ്പൊ നല്ല വിശപ്പായിട്ട് ഇരിക്കുന്നോണ്ട് തന്നെ. അതെ, ആ ഫുഡ് കിട്ടിയതിന്റെ ഒരു മാസം ഫുഡ് കിട്ടാതെ കിട്ടിയപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് അല്ലേ? കഴിക്കും.
ഓക്കെ അങ്ങനെ കാത്തിരുന്ന നിമിഷം അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് നേരെ കൊച്ചിയിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിക്കാൻ സുഖം. ഇങ്ങനെ എടുക്കുക, പച്ചമ്പറി എടുക്കുക, കുറച്ച് അച്ചാർ മിക്സ് ചെയ്യുക, പപ്പടം എടുക്കുക. ഇപ്പൊ എന്ത് ബിരിയാണി ഓൾറെഡി റൈസ് നല്ല സോഫ്റ്റാണ്. ഇത് ഇഷ്ടം ബിരിയാണി. ഓക്കെ ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറിയ ട്രാവൽ ബ്ലോഗ് അങ്ങനെ അവസാനത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ സമയമായി. എല്ലാവരുടെ കണ്ണ് തള്ളി ഉറക്കപ്പിച്ച് സീനായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ വ്ലോഗ് എന്ത് ചെയ്യണം. ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പല കോസ്റ്റ്യൂംസിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ഞങ്ങൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇവിടെ നിങ്ങൾ പിരിയാണ്. അപ്പൊ എന്തായാലും ഈമാൻ എന്ന് വീഡിയോയിൽ വന്നതിൽ വളരെയേറെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ അവളുടേതായിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ അവളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു മെമ്മറീസ് നിറഞ്ഞൊരു യാത്രയായിരുന്നു. അപ്പൊ ഇനിവേ ചാനൽ ഇതുവരെ കാണാത്തവർ, പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലി അംഗമാകുക. അതേപോലെ തന്നെ ഇവളുടെ ചാനലിൽ വന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇല്ല, അപ്പൊ അവർക്ക് ആകെ ഉള്ളത് ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് സ്വന്തമായിട്ടുള്ളത്. അതിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക. സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പൊ എന്തായാലും അത്രയ്ക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പിരിയാണ്. അപ്പൊ എന്തായാലും ബൈ ബൈ പറഞ്ഞു. ബൈ ഗൈസ്. இப்போதின் இன்பம் யாவுமே நாளை